ഒരു ദിവസം രാവിലെ CP ജോൺ മന്ത്രി എണീറ്റപ്പം മുറ്റത്ത് നിറയെ പെണ്ണുങ്ങൾ. അവരിങ്ങനെ മന്ത്രിയെ പൊതിഞ്ഞു. എന്നിട്ട് അങ്ങ് ബഹളം തുടങ്ങി. മര്യാദയ്ക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര തന്നില്ലെങ്കിൽ നിങ്ങളെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളെ വീടിന് തന്നെ തീയിട്ടളെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സമരവും തുടങ്ങി. ഇന്ന് ഈ സമരം സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും എന്നൊക്കെ പറഞ്ഞ ആകെ ഭീഷണി. ഇത് കണ്ട് ടെൻഷനായ CP ജോൺ മന്ത്രി എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ ഫ്രീ യാത്ര എന്ന പരിപാടി ആസൂത്രണം ചെയ്യാറ്. സുഹൃത്തുക്കളെ, ഈ ഒരു ഒറ്റ കാര്യവും ഇന്ദിരാഗാന്ധി എന്ന ബ്രാൻഡ് നെയിമും വെച്ചാണ് കഴിഞ്ഞ ഇലക്ഷൻ മുഴുവൻ UDF ഓടിയത്. സ്ത്രീകൾക്ക് ഫ്രീ യാത്ര കൊടുക്കും എന്ന് പറഞ്ഞതിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ ആ കലിപ്പും ആ ഒരു ന്യായീകരണവും ഒക്കെ കാണണമായിരുന്നു. ഇന്നിപ്പോൾ മന്ത്രിക്ക് സ്ത്രീകളൊക്കെ ദാരിദ്ര്യം അഭിനയിക്കുന്നവരും എല്ലാം ഉണ്ടായിട്ടും സർക്കാരിന്റെ സംവിധാനം വേണ്ടവരുമാണ്. ബഹുമന്ത്രി, നിങ്ങൾ പൊതുകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പത്രം വായിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിഞ്ഞു കാണും. കഴിഞ്ഞ വർഷം നവംബർ 1 കഴിഞ്ഞ LDF സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. അതായത് അന്നേ ദിവസം കേരളത്തിലെ അന്നത്തെ സർക്കാർ കണക്കെല്ലാം നോക്കി അതിദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം നിങ്ങൾ പറയുന്ന ഈ ബീഹാർ അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ അരി വാങ്ങാനും കുട്ടികളെ പഠിപ്പിക്കാനും വകയില്ലാത്തവരെ മാത്രം ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയതെങ്കിൽ അത് വൈകാതെ നിർത്തുന്നതാണ് നല്ലത്. ജോലിക്ക് പോകുന്നവരാണ് ഈ നാട്ടിൽ KSRTC ബസ്സിനെ ആശ്രയിക്കുന്നവർ. അവർക്കാണ് നിങ്ങൾ ഫ്രീ യാത്ര കൊടുത്തത്. അവർക്ക് ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം കൊണ്ട് നിയമപരമായി എന്ത് വേണമെങ്കിലും ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കാം. നിങ്ങളെപ്പോലെ നാട്ടുകാരെ പൈസ എടുത്ത് ഹെലികോപ്റ്ററിൽ കറങ്ങും പോലെയല്ല പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ കൊടുത്ത് പിള്ളേരെ ഇഷ്ടമുള്ളത് പഠിപ്പിക്കുന്നത്. പിന്നെ 2016 മുമ്പ് ഈ നാട്ടിലെ സർക്കാർ സ്കൂളിന്റെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഇപ്പൊ സർക്കാർ സ്കൂളൊക്കെ സ്വർഗമാണ്. പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യട്ടെന്ന്. നിങ്ങൾ എന്തിനാണ് ഈ വെറുതെ വഴിയെ പോണവരെയൊക്കെ തലയിൽ കയറണം? നിങ്ങൾ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച ഒരു പദ്ധതി ഉപയോഗിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളെ വായിരിക്കുന്നത് കേൾക്കാനുള്ള ബാധ്യതയൊന്നും കേരളത്തിലെ സ്ത്രീകൾക്കില്ല. ഇത് KSRTCക്ക് അമിത ബാധ്യത ഉണ്ടാക്കുമെന്നും കടം വരുത്തി വെക്കുമെന്നും ഒക്കെ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതറിയാൻ ഗതാഗത മന്ത്രിയൊന്നും ആവണ്ട, അതിന് 10ാം ക്ലാസ്സും ഗുസ്തിയും തന്നെ ധാരാളം. ഇനിയിപ്പോൾ അർഹരായവരിൽ എത്തുന്നില്ല എന്ന കാരണം കാണിച്ചായിരിക്കും അല്ലേ പദ്ധതി നിർത്താനുള്ള പ്ലാൻ. അത് വ്യക്തമാണ്.